പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പതിവ് കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ വീട്ടിലാർക്കും എവിടെയും പോകാനൊന്നും ഇല്ല, അതിൽ പ്രത്യേകിച്ച് സ്കൂളൊന്നും ഇല്ലാത്തതായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പണിക്ക് പോകാനും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ രാവിലെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പത്തിരി പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ റേഷൻ അരി തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കുകയാണ്. അതിൽ കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേറെ ഒന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. അത് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ഒരു പത്തിരി പോലെ ആക്കിയെടുക്കുകയാണ്. ദോശയല്ല, അങ്ങനെ ഒഴിച്ചിട്ട് ചുറ്റിക്കൊന്നും ചെയ്യാതെ എടുക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ചുട്ടെടുക്കുന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ദോശ തന്നെയായിരുന്നു. ദോശ മടുക്കുന്ന സമയത്ത് ഉപ്പുമാവോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റിയെടുക്കരുത്. പക്ഷേ ഇന്നിപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ഈ ഒരു അരിയുടെ ഒരു പത്തിരി പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. പിന്നെ ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്നത്, ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഒന്ന്, എൻ്റെ ഗ്യാസ് തീർന്ന് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പ് കംപ്ലൈൻ്റ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു പുതിയ ഗ്യാസ് അടുപ്പ് വാങ്ങിക്കുക എന്നാണ് കേട്ടോ. പക്ഷേ എനിക്കത് പിന്നെ എനിക്ക് ചിലപ്പോൾ ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഒരു പുതിയ ഗ്യാസ് അടുപ്പ് നിർബന്ധമായിട്ടും വാങ്ങേണ്ട ഒരു ആവശ്യം വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഈ ഒരു അടുപ്പ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ യൂസ് ചെയ്യാനും എന്തായാലും പുതിയത് പിന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നി അത് ഉള്ളത് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു തക്കാളി കണ്ടില്ലേ, പച്ചമുളകൊക്കെ, അത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഈ ഒരു പത്തിരിയിലേക്ക് ചെറിയൊരു മസാല പോലെ ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മുടെ ബിരിയാണി മസാലയൊക്കെ പോലെ. കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്. അതിൻ്റെ കുറച്ച് മസാലപ്പൊടികൾ, ബിരിയാണി മസാലകളൊക്കെ ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു പൊടികളൊക്കെ വെച്ചിട്ട് നമ്മൾ ചിക്കന് വേണ്ടി മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം, അത് കൊടുക്കാം അവർക്ക് എന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ പത്തിരി ആയപ്പോൾ ഞാൻ ആദ്യമായിട്ട് എണീറ്റ് വരുന്നവർക്ക് കൊടുക്കുകയാണ് കേട്ടോ പത്തിരി, ഈ ഒരു മസാല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചുടുന്നതിനിടയ്ക്കാണ് ഈ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ആദ്യം ഇതാണ് കേട്ടോ പത്തിരി മസാല. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട്, നല്ല ഹാർഡായിട്ടൊന്നും നിൽക്കില്ല. അവിടെ ഇടയ്ക്കൊരു പുക ഇങ്ങോട്ട് വരും. ആ പുക വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ ബാക്കിയുള്ള പത്തിരിയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ ഞാനിവിടെ പത്തിരി ഇതൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു മാറ്റമാണ്. വണ്ണം വയ്ക്കുന്നു തോന്നുന്ന സമയത്ത് കുറച്ച് എക്സസൈസ് ചെയ്യും, പിന്നെ ഡയറ്റൊക്കെ നോക്കും. PCOD ഉണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്തും ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം മാറ്റം വരാറുണ്ട് കേട്ടോ. പിന്നെ അത് പഴയതുപോലെ തന്നെയാവും. ഇതാണ് എൻ്റെ ഒരു കാര്യം. അങ്ങനെ ഞാൻ രാവിലെ പാല് വാങ്ങിക്കാറുണ്ട്. അത് ഇവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ആ പാലിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഓട്സ് ആണ് രാവിലെ, അതുപോലെ ചില ദിവസം വൈകുന്നേരങ്ങളിലും കഴിക്കുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം വേറെ എന്തെങ്കിലും അരിഭക്ഷണം ഞാനിപ്പോൾ ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ഒന്നും തീരെ കഴിക്കാറില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ എക്സസൈസും ചെയ്യുന്നുണ്ടായിരുന്നു, അതങ്ങ് നിർത്തി ബാക്ക് പെയിൻ വന്നപ്പോൾ. അപ്പോൾ എൻ്റെ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി അകത്ത് വന്ന് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇവിടെ മാത്രമല്ല, വീട് മൊത്തം ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് ഇപ്പം ചെയ്ത കാര്യമായതുകൊണ്ടൊന്ന് ഞാൻ ഫോണിൽ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ സ്കൂൾ പൂട്ടിയതുകൊണ്ട് എനിക്ക് കിട്ടിയ ചില ഉപകാരങ്ങളിലൊന്നാണ് ഈ കാണുന്നത്. അടിച്ചു വാരി തരുന്നതാണ്. അപ്പം ഞാൻ ഫോണെടുത്ത് വരുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇതൊന്ന് വീഡിയോയിൽ പകർത്തിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അടിച്ചാരി ഇട്ടിട്ടില്ലേ, അപ്പോൾ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടയ്ക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള ശണ്ടയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ മ്യൂട്ടാക്കുന്നില്ല, കേൾക്കാം. അതിനിടയ്ക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാവാറുണ്ടോ ഇങ്ങനെയൊരു സംഭവം? ആൾ മുറ്റത്തൂടെ എന്തോ ചളിയിലും മണ്ണിലൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് നിറച്ച് ചളിയാണ്, വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആ നിന്നിടം മുഴുവൻ ചെളി. ഞാൻ തുടച്ചിങ്ങോട്ട് മുഴുവനാക്കിയിട്ടില്ല, തിരിഞ്ഞിട്ടേ ഉള്ളൂ. എന്താ പറയുക, ഏത് സമയം പറഞ്ഞാലും ഇതാണ് അവസ്ഥ. പിന്നെ സഹിക്കന്നെ, എന്ത് ചെയ്യാനാ.
പിന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ തുടച്ചെടുത്തു കേട്ടോ. ഈ തുടയ്ക്കുന്ന സമയത്ത് 100 പ്രാവശ്യം എന്തെങ്കിലും വെച്ച് വിളിച്ചു പറയും. അതിനനുസരിച്ച് അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് എനിക്ക് എൻ്റെ പണി തീരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം. അങ്ങനെ 3 പേരും വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഒരു പണിയും തീരും. നേരെ ഇവരാരും ഇല്ലെങ്കിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇവരാരും ഇല്ലെങ്കിൽ ഒരുവിധം പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ കിടക്കും, അല്ലെങ്കിൽ ഫോണിൽ തോണ്ടിയിട്ടിരിക്കും. ഇത് എൻ്റെ ഒരു ദുശീലം ആണ്. ചില സമയത്ത് പണി തീർത്തിട്ടിരിക്കും, അതും ഒരു സുഖമാണ് കേട്ടോ. പക്ഷെ 3 പേരും ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഒരു പണി തീരും. ഇവർ പണി തീരുന്നത് വരെ ഇവർ പുറത്തെവിടെയെങ്കിലും മുറ്റത്തായാലും മതി, എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി പെട്ടെന്ന് തീരും. ഇവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഞാൻ ചെറുതിനെ കുളിപ്പിച്ചിട്ട് എനിക്കും കുളിക്കണം. പിന്നെ വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല. ഭക്ഷണം ഈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അടുക്കളയിൽ ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങനെ അടിക്കലും തുടയ്ക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എൻ്റെ പണിയൊക്കെ ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് അലക്കാനും കുറച്ചൊന്ന് അലക്കാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുളിക്കണം. ആദ്യം കുട്ടീനെ കുളിപ്പിച്ചിട്ട് വേണം. അങ്ങനെ തുടച്ച് ഞാൻ കഴിയാനായ സമയത്ത് മോളും മുറ്റത്ത് സൈക്കിൾ കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്നിട്ട് പോയി. ഞങ്ങൾ പൈപ്പ് ഈ കോർപ്പറേഷൻ പൈപ്പ് ഉണ്ട് കേട്ടോ മുറ്റത്ത്. അത് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ മുന്നിൽ തന്നെ വണ്ടി പോകുന്ന ഒരു ചെറിയൊരു കോൺക്രീറ്റ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഇടവഴി പോലെയാണ്, ബൈക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് വെള്ളം വരും. പിന്നെ ഞാൻ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ് മോപ്പൊക്കെ കഴുകി എടുത്ത് വെച്ച് അടുക്കളയിൽ കുറച്ച് പണി കൂടെ ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് നോക്കിയപ്പം കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ എടുത്ത് വെച്ച മോപ്പ് കൊണ്ടുപോയിട്ട് കൊലാലൊക്കെ തുടയ്ക്കുകയാണ്. ആളെ ഞാൻ കുളിപ്പിച്ചൊക്കെ നിർത്തിയതാണ്. അപ്പം മോപ്പ് കണ്ടപ്പോൾ എടുത്ത് കൊണ്ടുപോയി തുടയ്ക്കുകയാണ്. അത് ചേച്ചിയും അച്ഛനൊക്കെ അതിലൂടെ നടന്നെന്നും പറഞ്ഞിട്ട് തുടയ്ക്കുന്നതാണ് കേട്ടോ. എന്നെ സഹായിക്കാനും പറഞ്ഞ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഈ സഹായമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇവളെ ചേച്ചി ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു പ്രായത്തിൽ എന്നെ പാത്രം കഴുകാനും എന്തൊക്കെയോ സഹായിക്കാൻ. ഇപ്പോൾ ഒരു പാത്രം തിന്ന പാത്രം പോലും കഴുകണമെങ്കിൽ ഞാൻ പിന്നാലെ നടക്കണം, അല്ലെങ്കിൽ എല്ലാ ഇവരൊരു പ്രായത്തിലുണ്ടാവുന്നതായിരിക്കും ഇങ്ങനെ നമ്മളെ സഹായിക്കാനുള്ളൊരു ത്വര. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവർക്ക് സഹായിക്കാനായി തുടങ്ങുന്ന സമയത്ത് അവരെ കൈയും കാലും പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. സാധാ ചെറിയ കറികൾ മാത്രമാണ് കേട്ടോ, പച്ചക്കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.